warahmatullahi taala wabarakatuh. Bismillah walhamdulillah assalatu wassalamu ala asyrafir rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, ആമുഖമായി ഏവർക്കും നബിദിനാശംസകൾ. ലോകഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രൗഢമായ ഈ വേദിയിൽ സ്നേഹപ്രവാചകൻ എന്ന വിഷയാസ്പദമായി നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചക സ്നേഹം അതിവിശാലമാണ്. അവിടുത്തെ സ്നേഹവഴികളിൽ പ്രതിധ്വനിച്ച പ്രകടനങ്ങളാൽ പ്രശോഭിതമാവുകയാണ് പ്രപഞ്ചം. 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചോ മനുഷ്യരുടെ ചിന്തകൾക്ക് വഴിത്തിരിവായി സത്യത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ ആദർശ സംസ്കരണത്തിന്റെ സമൂല മാറ്റത്തിന് ഹേതുവായ അവിടുത്തെ ആജ്ഞാനങ്ങളും നിർദ്ദേശങ്ങളും നിറഞ്ഞ ഔദ്യോഗിക ജീവിതം ലോകത്തിനാകമാനം മാതൃകയായത് ചരിത്ര താളുകളിലൂടെ നമുക്ക് ദർശിക്കാനുണ്ട്. അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല. അറബികളെന്നോ അനറബികളെന്നോ നോക്കാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ തരം തിരിക്കാതെ, ഉന്നത കുല ജാതിനും താഴ്ന്ന വംശകനുമെല്ലാം ആ സ്നേഹവലയത്തിൽ സമന്മാരാണ്. നിഖില മേഖലകളിലുമുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ സ്നേഹവഴികൾ അന്ത്യനാൾ വരെ നിലനിൽക്കുമെന്ന നഗ്ന സത്യം നമുക്ക് വിസ്മരിക്കാനാവാത്ത വസ്തുതയാണ്. ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന ഖുർആനിക വചനം ഇവിടെ എത്ര പ്രസക്തമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം